വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിൽ പല സീറ്റുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷകരും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ നേതാക്കളും പറയുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമോ? അല്ല, ഒരു അന്തർധാരയുണ്ടെന്നുള്ളത് വലിയ സജീവമായ ചർച്ചയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ നേതൃത്വം നൽകുന്ന LDF മുന്നണിക്ക് മൂന്നാം വട്ടം അധികാരത്തിൽ വരാനുള്ള തീവ്ര ശ്രമമാണ് നടത്തുന്നത്. ഇതേ അവസരത്തിൽ BJP കേരളത്തിലെ ഈ 2026 നിയമസഭയിൽ ഒരു വലിയ അംഗസംഖ്യ ഉണ്ടായിരിക്കണമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനവുമാണ് നടത്തുന്നത്. UDF അധികാരത്തിൽ വരാനായിട്ട് തീവ്ര ശ്രമവും നടക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഫലം വന്നു കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അവർക്ക് കൂടുതൽ ഒരു ആത്മവിശ്വാസവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ BJP പല മണ്ഡലങ്ങളിലും നമുക്കറിയാം, 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ കണക്കനുസരിച്ച് ഒരു 10-11 മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ്, 9 ഇടങ്ങളിൽ രണ്ടാം സ്ഥാനത്തും. അപ്പോൾ വലിയ പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങളിൽ CPM ആയിട്ട് ചില നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണല്ലോ BJPയുടെ മുദ്രാവാക്യം. മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ നടപ്പിലാക്കുകയും ചെയ്തു. BJPയെ സംബന്ധിച്ചിടത്തോളം ബാലികേറാമലയായിട്ട് ഒന്നുമില്ല. ബാലികേറാമലയായിട്ട് നിന്ന ത്രിപുരയിൽ അവർ ഭരണം പിടിച്ചെടുത്തു. പിന്നെയാണോ ഇനിയിപ്പോൾ കേരളവും തമിഴ്നാടും എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ആകട്ടെ, അപ്പോൾ CPM ഭരണത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില സീറ്റുകൾ അവര് BJPക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നുണ്ട്. അത് ഏത് തരത്തിലെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, CPM-ലെ നാം ഈ സംസാരിക്കുമ്പോൾ 2 ദിവസം മുൻപാണ് തൃശ്ശൂർ CPI-യുടെ ജില്ലാ സമ്മേളനത്തിൽ പറയുകയാണ് BJPയുടെ വിജയം തൃശ്ശൂരിൽ സംഭവിച്ചത് CPM സഹായിച്ചത് കൊണ്ടാണെന്ന് ഘടകകക്ഷിയായ CPI പറയുകയാണ്. അതെ, പ്രത്യേകിച്ച് CPI പോലുള്ള ഒരു പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ജനത്തിന്റെ സംശയം മാറി. ഇത്ര നാളൊരു വർത്തമാനമായിരുന്നു, ഇപ്പോൾ അത് ശരിയായ വർത്തമാനം തന്നെയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ CPM ഇനി എന്താ ഇവിടെ സഹായം ചെയ്തു കൊടുക്കുന്നതെന്ന് പലരും ചോദിക്കാം. ചില സീറ്റുകളിൽ, അതായത് BJPക്ക് മുൻതൂക്കം ഉള്ള പ്രതീക്ഷയുള്ള സീറ്റുകളിൽ CPM കൊണ്ടുപോയി വളരെ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തും. CPM-ൽ ആരാണ് അങ്ങനെ ദുർബലരായ സ്ഥാനാർത്ഥികളെന്ന് ചോദിച്ചാൽ, ബലമുണ്ടായിരിക്കാം, അക്രമത്തിന് ബലമുണ്ടായിരിക്കാം, പക്ഷേ ജനങ്ങളുടെ കാര്യങ്ങൾ, ജനകീയ പ്രശ്നങ്ങളുമായിട്ടുള്ള ഇടങ്ങളിൽ അവർ ദുർബലർ തന്നെയാണ്. നമുക്ക് ആദ്യ മണ്ഡലത്തിലേക്ക് തന്നെ പോകാം, പാലക്കാടിലേക്ക് തന്നെ വരാം. നമുക്കറിയാം, 2006 VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ മത്സരിക്കാൻ പോകുന്നത്. 2016 21 VS-നെതിരായിട്ട് മത്സരിച്ചത് BJPയുടെ കൃഷ്ണകുമാറായിരുന്നു. അന്ന് BJP 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു, കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണം എന്ന് പറയുന്നത് BJPയുടെ കയ്യിലാണ് 2 വട്ടമായിട്ട്. അപ്പോൾ പാലക്കാട് പിന്നെ 21 ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ എതിര് നിന്നിരുന്നത് BJPയുടെ മെട്രോമാൻ ശ്രീധരനായിരുന്നു. വിജയത്തോടടുത്തു, ഏതാണ്ട് 3000 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുള്ളൂ. വിജയം പ്രതീക്ഷിച്ചത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാലക്കാട് BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും BJP 2ാം സ്ഥാനത്ത് വന്നതാണ്. ഇവിടെ പാലക്കാട് CPM നിർത്താൻ പോകുന്ന സ്ഥാനാർത്ഥി നമ്മുടെ SFIയിലെ വിപ്ലവ വീര ഇതിഹാസമായിട്ടുള്ള ആർഷോയാണ്. ആർഷോ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടുകാരനാണ്. അപ്പോൾ ആർഷോയെ അവിടോട്ട് ഇറക്കി കൊടുക്കും. ആർഷോയെ സംബന്ധിച്ചിടത്തോളം ജനവിരുദ്ധനായിട്ടുള്ള ഒരു SFI നേതാവാണ്. അതുകൊണ്ട് ജനങ്ങൾക്കറിയാവുന്ന നേതാവ്, ഉറപ്പായിരിക്കാം തോൽവി എന്നുള്ളതാണ്. 3ാം സ്ഥാനത്തേക്ക് CPM-നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കോൺഗ്രസ് 2ാം സ്ഥാനത്ത് വരും. അവിടെ അങ്ങനെ തന്നെയാണ്. 3ാം സ്ഥാനത്തെന്ന് മാത്രമല്ല, തീരെ താഴേക്ക് തന്നെ പോവുകയും ചെയ്യും. ഇനി രണ്ടാമത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലത്തിലേക്ക് വരാം. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ മുൻനിരയിലെത്തിയ നിയമസഭാ മണ്ഡലമാണ് കായംകുളം. ഈ കായംകുളത്ത്
CPM ഇപ്പോൾ പ്രതിഭാകരി 2 തവണയായിട്ട് മത്സരിച്ച് വിജയിച്ചു. പ്രതിഭാകരിയെ ഇനിയിപ്പോൾ മാറ്റി നിർത്തും. കാരണം അവിടെ ചില CPM അതിനകത്ത് ചേരിപ്പോര് അതിശക്തമായിട്ട് നടക്കുന്നുണ്ട്. പ്രതിഭാരിയുമായി ബന്ധപ്പെട്ട് തന്നെ എത്ര വിവാദങ്ങൾ വിവാദങ്ങൾ നിൽക്കുന്നുണ്ട്. മകൻ ലഹരി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് വന്നു. അതുകൊണ്ട് പ്രതിഭാകരിയെ എന്തായാലും മാറ്റി നിർത്തും. അപ്പോൾ അവിടെ ഇറക്കാൻ പോകുന്നത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പാലക്കാട് പറഞ്ഞ ആർഷോയുടെ പിൻഗാമിയായിട്ടുള്ള ആലപ്പുഴ ജില്ലക്കാരൻ ശിവപ്രസാദിനെ ഇറക്കും. SFIയുടെ എന്തോ അമരക്കാരനാണ് ഇദ്ദേഹം. വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയ പ്രസംഗം ഒക്കെ ഉണ്ട്. അപ്പൊ ശിവപ്രസാദിനെ ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ കായംകുളത്ത് മത്സരം ശോഭാ സുരേന്ദ്രൻ അറിയാമല്ലോ, തീപ്പൊരിയാണ്. കോൺഗ്രസിൽ നിന്ന് ഹരിത ബാബുവാണ്. അവിടെ CPM 8 നിലയിൽ പൊട്ടുക എന്നുള്ളതല്ല, വളരെ താഴെ പോകുമെന്നുള്ളതാണ്. ശിവപ്രസാദിനെ ഒന്നും സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വെല്ലുവിളി പ്രസംഗമൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. ഇനി നമുക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് വരികയാണ്. മൂന്നാമത് നമ്മൾ വരുമ്പോൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക്, പഴയ വെസ്റ്റ് മണ്ഡലം. ഇവിടെ ഇവര് ഇപ്പോൾ ഇരിക്കുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജുവാണ്. അതങ്ങ് മിക്കവാറും CPM അങ്ങ് ഏറ്റെടുത്തു. കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു മുമ്പ്, VS ശിവകുമാർ ആയിരുന്നു. ശിവകുമാറിനെ ഇത്തവണ അവിടെ നിർത്തത്തില്ല. എനിക്കൊന്ന് പാറശാലയോ മറ്റോ കൊണ്ടുപോകും. അദ്ദേഹം അവിടുത്തുകാരനാണ്. അതിന് പകരമായിട്ട് ഇവർ കൊണ്ടുവരുന്ന ചിലപ്പോൾ ശബരിനാഥിനെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ CMB ഈ മണ്ഡലം നോട്ടമിട്ടിരിക്കുകയാണ്. CP ജോൺ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം വരെ തുടങ്ങിയിട്ടുണ്ട്. ശബരിനാഥിന് എന്തായാലും അരുവിക്കര ഇന്നും രക്ഷയില്ല. അപ്പോൾ ഇവിടെ CPM ഇറക്കാൻ പോകുന്നത് യുവ വനിതാ അംഗമായിട്ടുള്ള നമ്മുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഇതിന്റെ യുവജനക്ഷേമ കമ്മീഷൻ ഡോക്ടർ ചിന്തോ ജെറോമിനെ കൊണ്ടുവന്നിറക്കും. ഇവിടെ നടൻ കൃഷ്ണകുമാറിനെയാണ് BJP നിർത്തും എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ചിന്തയുമായി ബന്ധപ്പെട്ട് കൊല്ലത്തിലെ മികച്ച സീറ്റുകൾ അല്ല, പക്ഷെ കൊല്ലത്ത് എന്തായാലും കാരണം ഇവിടെ BJPക്ക് ഒരു സഹായം കൊടുക്കണമല്ലോ. അപ്പൊ ചിന്തോ ജെറോമിനെ പോലുള്ളവർക്കാണെങ്കിൽ എളുപ്പമായിരിക്കും. നേരത്തെ തന്നെ BJPയുടെ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട്. പിന്നീട് നമ്മൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം, BJPയുടെ കൈനീട്ടം കിട്ടിയ മണ്ഡലം നേമത്തില് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ വലിയ മുന്നേറ്റം കുറിച്ചു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പില്. പിന്നെ അവിടെയുള്ള വാർഡുകൾ ധാരാളം ഇവർക്ക് BJPക്ക് ഉണ്ട്. BJPക്ക് എന്തുകൊണ്ടോ ഒരു അടിത്തറ ഭദ്രമായിട്ടുള്ളിടമാണ്. ശിവൻകുട്ടി ജയിച്ചത് തന്നെ 4000 വോട്ടിനകത്ത് മാത്രമാണ്. K മുരളീധരൻ വടകരയിൽ നിന്ന് ഇവിടെ എത്തി BJPയെ തോൽപ്പിച്ചു എന്നൊക്കെയാണല്ലോ അറിയുന്നത്. അപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ BJPയിൽ നിന്ന് വീണ്ടും ഇവിടെ മത്സരിക്കും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത മണ്ഡലമായ നേമത്തിലേക്ക് വരാം. നേമം കേരളത്തിലുള്ളവർക്ക് മുഴുവൻ അറിയാവുന്ന ഒരു മണ്ഡലമാണ്. BJPക്ക് ആദ്യം ഒരു സീറ്റ് കിട്ടിയ രാജഗോപാൽ 2016 വിജയിച്ച മണ്ഡലമാണ്. 21 അവരുടെ തന്നെ പിടിപ്പുകേട് കൊണ്ട് നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി അത് തിരിച്ചു പിടിക്കണമെന്നുള്ളതാണ് BJPയുടെ വലിയ വാശി. അപ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് നല്ല പരിചിതമാണ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും. രാജീവ് ചന്ദ്രശേഖറിനെ എതിരെ മത്സരിക്കാനായിട്ട് CPM ഇറക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തിന്റെ തിലകക്കുറിയായ ആര്യ രാജേന്ദ്രന്റെ കഴിവുകേടും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തുകാര് അത് നന്നായിട്ടത് വേണ്ട തരത്തിൽ തോൽപ്പിച്ച് ഒരിടത്ത് ഇരുത്തുകയും ചെയ്യും. അപ്പോൾ ഈ 4 സ്ഥാനാർത്ഥികൾ BJPക്ക് വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. പാലക്കാടും കായംകുളവും തിരുവനന്തപുരം സെൻട്രലും നേമവും BJPക്ക് അനുകൂല സാഹചര്യമാക്കി CPM മാറ്റുകയാണ് ചെയ്യുന്നത്. 4 ചാവേറുകളെ ഇറക്കി. അത് പാർട്ടിയിൽ ഇനിയും ചാവേറുകളുണ്ടല്ലോ, ജയിക്കുണ്ട്, അതെ, റഹീമുണ്ട്. ഇങ്ങനെ അവരെയൊക്കെ ഇനിയും ഇതുപോലെ വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും ധാരണയുടെ പുറത്ത് നിർത്തും. അല്ലെന്നുണ്ടെങ്കിൽ കൊണ്ട് നിർത്തിയാലും ചാവേറായി മാറുകയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.